എങ്ങനെ മാറ്റാം? പ്രിയ ദൈവത്തിന്റെ ജനമേ, ക്രിസ്തു ഇവിടെ വന്നപ്പോൾ ആധിപത്യം പുലർത്തിയതുപോലെ തന്നെ നമ്മളും ആധിപത്യം പുലർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ഒന്ന് പറഞ്ഞേ, മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞേ. മൈൻഡ് സെറ്റ് ദൈവത്തിന്റെ മൈൻഡ് സെറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മളുടെ ചിന്തകളെല്ലാം ഇപ്പോഴുള്ള നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് ആയിരിക്കുന്നത് കൊണ്ടും ദൈവം ആഗ്രഹിക്കുന്ന ആ ഉന്നത തലത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന്റെ ആധിപത്യം ഈ ഭൂമിയിൽ പുലർത്തണമെങ്കിൽ അതിനു മുമ്പ് ആത്മലോകത്തിൽ ഒരു യുദ്ധം നടക്കേണ്ടിയിരിക്കുന്നു. ആത്മലോകത്തിൽ ദൂതന്മാർ പിശാചിനോട് പടവെട്ടണമെങ്കിൽ അതിനു മുമ്പ് നാം ദൈവ മക്കൾ, രാജകുമാരന്മാർ, രാജകുമാരിമാർ വചനം കൊണ്ട് ഒരു യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. വചനം കൊണ്ട് നാം യുദ്ധം ചെയ്യുമ്പോൾ നമ്മളിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന വചനത്തിന്റെ ശക്തി തടയുന്ന, നമ്മളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന നമ്മളുടെ തന്നെ ഒരു ശത്രു നമ്മളോട് കൂടെയുണ്ട്. ആ ശത്രു പിശാചിന്റെ ഏജന്റാണ്. അവനെ തകർത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആത്മീയ പോരാട്ടം, യുദ്ധം നടത്തുവാൻ പറ്റുകയുള്ളൂ. നമ്മളിന്ന് പലരും ഓമനെ പേരിട്ട് വിളിക്കുന്ന സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധം, അതൊരു ആത്മീയ യുദ്ധമേ അല്ല. പകരം നമ്മളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന നമ്മളോട് കൂടെയുള്ള നമ്മുടെ ശത്രുവിനോടാണ്. ആത്മീയ യുദ്ധം ഡിഗ്രി ആണെങ്കിൽ അതിനു മുമ്പ് വേറൊരു ഡിഗ്രി ഉണ്ട്, പ്രീ ഡിഗ്രി. പ്രീ ഡിഗ്രി കഴിയാതെ ആർക്കും ഡിഗ്രിക്ക് കയറുവാൻ കഴിയുകയില്ല. ആത്മീയ യുദ്ധം ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് നമ്മളിൽ തന്നെയുള്ള ശത്രുവുണ്ട്. ഈ ശത്രുവിനെ പരാജയപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുവാൻ. അല്ലെങ്കിൽ പേരിന് ആത്മീയുദ്ധം ചെയ്യുക എന്ന് പറയാം, നമ്മൾ ജയം പ്രാപിക്കുകയില്ല. ഈ യുദ്ധമാണ് റോമൻസ് 7 പൗലോസ് പറയുന്ന കാര്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന നന്മ അല്ല, ഞാൻ ആഗ്രഹിക്കാത്തതിനെയാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, എനിക്കത് ചെയ്യണ്ട, ഞാൻ ആഗ്രഹിക്കാത്തതിനെയാണ്. എങ്കിൽ എന്നിൽ എന്ന് പറഞ്ഞ, എന്നിൽ എന്ന് പറഞ്ഞ, എന്നിൽ തിന്മ വസിക്കുന്നു എന്ന് ഞാൻ അറിയണം. എന്നിൽ തിന്മ താമസിക്കുന്നു, വസിക്കുന്നു. അവനൊരു പെർമനന്റ് അഡ്രസ് എടുത്തിട്ട് ആരോടുകൂടെ? ദൈവ പൈതലിനോടുകൂടെ. ദൈവ പൈതലിനോടുകൂടെ അവന്റെ ശത്രു അവനോട് കൂടെ തന്നെ വസിക്കുന്നു. ദൈവ പൈതൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കൂടെയുള്ളവൻ ഇതിനൊന്നും സമ്മതിക്കാതെ എതിരാഗ്രഹിക്കുന്നു. ദൈവ പൈതൽ പിശാചിനെ കീഴടക്കുവാൻ, അവന്റെ പ്രവർത്തനം അഴിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടെയുള്ളവൻ അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു, അതിനെതിരാഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കാതെയാണ് ദൈവ പൈതൽ ശുശ്രൂഷയ്ക്ക് പോകുന്നത്. തന്റെ കൂടെ ഇതിനെ സമ്മതിക്കാത്തൊരു ശത്രുവാണെന്ന് മനസ്സിലാക്കി ആദ്യം അവനെ പരാജയപ്പെടുത്തി. ഫസ്റ്റ് വാർ, പ്രീ ഡിഗ്രി. അവനെ പരാജയപ്പെടുത്തി പിന്നെ കടന്നു വെക്കോ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കാണുന്ന റിസൾട്ട് അനുഗ്രഹീതമായിരിക്കും. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതിനാൽ ആദ്യ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ വീട്ടിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി അവനോട് ഏട്ടപ്പെട്ടേണ്ടതുപോലെ ഏട്ടപ്പെട്ട്, സ്തോത്രം, അവനെ കീഴടക്കി നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ഹിതം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിൽ നിറവേറ്റുവാൻ നമുക്ക് കഴിയും. സ്തോത്രം. ക്രിസ്തുവിന്റെ ആധിപത്യം എങ്ങനെയാണ് ഭൂമിയിൽ നിറവേറ്റേണ്ടതെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം മുതൽ നമുക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും
മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ശ്രദ്ധിക്കുക, 7-ാം വാക്യം പറയാം. പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. ഒന്ന് കണക്ട് ചെയ്യുക. അവിടെ സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായെന്നല്ല, പിന്നെ സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. താഴേക്ക് പറയുകയാണ്, മിഖായേലും ദൈവത്തിന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. പിശാചിനോടും അവന്റെ കൂട്ടരോടും പടവെട്ടുകയാണ്. വായി എന്താ ഇതിന്റെ കാരണം? ഇത്രയും നാളും വെട്ടാതെ നിങ്ങൾ ഇപ്പൊ കയറി വെട്ടുന്ന എന്തുവാ? താഴേക്ക് വായിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോളം. ഇപ്പോൾ, ഇതിനു മുമ്പല്ല, ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയും രക്ഷയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും എന്ന് പറഞ്ഞേ. ക്രിസ്തുവിന്റെ ആധിപത്യം എന്ന് പറഞ്ഞേ, ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. സ്തോത്രം. എപ്പോഴാണോ നമ്മുടെ ജീവിതം വഴി ഇതേപോലെ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം നമുക്ക് ഭൂമിയിൽ നിറവേറ്റുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങുന്നതിന് മുമ്പ് സ്വർഗത്തിൽ എന്തുണ്ടായി? ഒരു യുദ്ധം ഉണ്ടായി. സ്തോത്രം. യുദ്ധം ഉണ്ടാകാൻ കാരണം എന്താ നിങ്ങൾക്കറിയാമോ? യുദ്ധമുണ്ടാകാൻ കാരണമുണ്ട്. ഭൂമിയിൽ നമ്മൾ പിശാചിനെ ജയിക്കുമ്പോഴാണ് ആത്മലോകത്തിൽ യുദ്ധം ഉണ്ടാകുന്നത്. സ്തോത്രം. ഭൂമിയിൽ നമ്മൾ പിശാചിനെ ജയിക്കാത്തിടത്തോളം കാലം ആത്മലോകത്തിൽ നമുക്ക് വേണ്ടി യുദ്ധം ഇല്ല. അവിടെ യുദ്ധമുണ്ടാകാൻ കാരണം അതിന്റെ 11-ാം വാക്യം വായിച്ചാട്ടെ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അവർ ദൈവമക്കൾ പിശാചിനെ കുഞ്ഞാടിന്റെ രക്തം മുഖേനയും, 1. 2, തങ്ങളുടെ സാക്ഷ്യ വചനം മുഖേനയും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതും ഇല്ല.